എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണുന്നില്ലേ, നല്ല പച്ച നിറത്തിലുള്ള ഇറച്ചി കറിയാണ് കേട്ടോ. ഏത് മീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. നല്ല ഗ്രീൻ കളറിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം, വളരെ ടേസ്റ്റി ആയിട്ട്. പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ഇനി ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെറും 1 ടീസ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇറച്ചി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെറും 1 ടീസ്പൂൺ അളവിൽ മാത്രം ഒഴിക്കുന്നുള്ളൂ. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇറച്ചിയുടെ മേലിലുള്ള ഗീ ഉണ്ടല്ലോ, ഫാറ്റ്. ആ ഫാറ്റ് ഞാനിങ്ങനെ ചെത്തിയെടുത്തിട്ട് അതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കുറച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫാറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മുറിച്ചെടുത്ത ഫാറ്റ് എടുത്തിട്ട് കളയാം. എന്നിട്ട് നിങ്ങൾക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരുന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിരിക്കുമ്പോൾ ഇതേപോലെ ആയി കിട്ടും. ഓയിലൊക്കെ ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കിലോ മീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള എന്ന് പറയുമ്പം ഇതിലേക്കിടുന്ന എല്ലാ ചേരുവകളും ഒട്ടും തന്നെ ഫ്രൈ ആവുകയോ ഇങ്ങനെ നിറം മാറുകയോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഗ്രീൻ കളറ് നിർത്താൻ പറ്റുന്നത്. അപ്പം സവാള ഈ ഒരു പരുവാകുമ്പോഴേക്കും പാകമായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു കൂട്ടം ആഡ് ചെയ്ത് കൊടുക്കണം. എന്തെന്നാൽ ഒരു 20 പച്ചമുളകും 10 കാന്താരി മുളകും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. ഞാനിത് ചട്ടണി ജാറിലിട്ട് അടിച്ചതാട്ടോ. കല്ലിലൊക്കെ ചതക്കാൻ പോയാൽ കൈയൊക്കെ പുകഞ്ഞ് നാശാവും. അപ്പം അതിങ്ങനെ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ മുളകിൻ്റെ പച്ചക്കുത്തൽ നന്നായിട്ട് മാറണം, എന്നാൽ ഇതിൻ്റെ കളർ മാറിപ്പോവരുത്. തീ ഓവറായിട്ട് വയ്ക്കുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും കാന്താരിമുളകൊക്കെ നന്നായിട്ട് ആ ഒരു പച്ചക്കുത്തിൽ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ മിക്സിയിൽ തന്നെ അടിച്ചെടുത്തതാണ്. ഒരു മീഡിയം സൈസ് അളവിലുള്ളൊരു ഇഞ്ചി കഷ്ണവും ഒരു ബോൾ വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ. അതിട്ടൊന്ന് പച്ചമണം മാറുമ്പോഴേക്കും 1/4 കപ്പ് അളവിൽ തേങ്ങയുടെ പേസ്റ്റ്, അതായത് തേങ്ങാപ്പീര ചട്ടണി ജാറിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ നല്ല ടൈറ്റായിട്ട് അരച്ച് നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയും ഒരു പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്, ഒരു ലൈറ്റ് ഗ്രീൻ കളർ. ഇനിയാണ് മാജിക്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി ഇങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി ഗ്രീനിലേക്ക് വരും. നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കണ്ടോ, ഇപ്പോഴാണ് ഇതിന് കറക്റ്റ് ഒരു ഗ്രീനിഷ് കളറിലേക്ക് വരുന്നത്. മഞ്ഞൾ ചേരുമ്പോഴാണ് അത് കറക്റ്റായിട്ടുള്ള ആ ഒരു കളറിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഇടുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് മുഴുവൻ ഇട്ട് കൊടുക്കുക. ഒരു 4 ഏലയ്ക്ക എടുത്തിട്ട് ഒന്ന് കുത്തി ചതച്ചത്. അതുപോലെ തന്നെ കറയാമ്പ് മുഴുവൻ ഇട്ട് കൊടുക്കുക, ഒരു 8-10 എണ്ണം. പിന്നെ ഇതുപോലെ സിനമൺ, കറുവപ്പട്ട ഒരു 4 പീസ് അല്ലെങ്കിൽ ഒരു 3 പീസ്, അതും മുഴുവൻ ഇട്ട് കൊടുക്കുക. സ്പൈസസ് എല്ലാം വോളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പൈസസ് എല്ലാം കൂടി അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഇത് പൊടിച്ചും ചതച്ചൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. കളറിന് വ്യത്യാസം വരും, എന്നാൽ ആവശ്യത്തിനുള്ള ഫ്ലേവർ ഇതിൽ കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഞാൻ തീ ഏറ്റവും ലോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരല്പം മല്ലിയിലയും പിന്നെ ഒരു 3-4 ഇല പുതിന ഇല, മിൻറ്റ് ലീഫും കൂടി ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റ്, 1.5 കിലോ മീറ്റാണ്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഞാൻ കുക്കറിൽ തന്നെ ആട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി കുഴയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ടെക്സ്ചറും ആയിരിക്കും. പക്ഷേ കൈക്ക് നല്ല പുകച്ചിൽ വരുന്നതുകൊണ്ട് ഞാൻ സ്പൂണിൽ തന്നെ ചെയ്യുകയാണ്. പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുക. അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. നല്ല എടുക്കണേ ഇത് ശരിക്കും പറഞ്ഞാൽ, മസാലയും മീറ്റുമായിട്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചട്ടകം വെച്ചിട്ട് തന്നെ നന്നായിട്ട് പറ്റുന്ന അത്രയും നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങൾ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പോത്തിറച്ചിയാണ് കേട്ടോ.
ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഇരിക്കണത്. മേലേക്കൊന്നും വെള്ളമൊന്നും കാണരുത്. ഇതൊക്കെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ്. കുറച്ച് ഡ്രൈ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ഇറങ്ങി വരും. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം നന്നായിട്ട് വന്ന ശേഷം വെയിറ്റ് ഇട്ടിട്ട് 20 തൊട്ട് 25 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം, മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. കുക്കിംഗ് ടൈം കഴിഞ്ഞു, ഞാൻ തുറക്കുവാണേ. എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. സ്റ്റീമെല്ലാം പോയ ശേഷം ഞാൻ തുറക്കുവാണേ. ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇങ്ങനെ നിങ്ങൾ തുറക്കുന്ന സമയത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇറച്ചി കഴുകുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തോടുകൂടിയൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുകനെ ആക്കി എടുക്കണം കേട്ടോ. ഇതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഒരു യെല്ലോയിഷ് ആയിട്ട് തോന്നുന്നത് എൻ്റെ ലൈറ്റിങ്ങിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് കൊടുത്തപ്പോൾ കുറച്ചിതായി. പൈനാപ്പിൾ പീസസ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്രിപ്പറേഷൻ. അതാണ് ഞാനവിടെ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിക്കാറ്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരല്പം പൈനാപ്പിൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ. ഇത് നെയ്ച്ചോറിൻ്റെ ഒപ്പവും പിന്നെ നേരിയ പത്തിരി, പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം, എല്ലാത്തിൻ്റെയും കൂടെ പലഹാരങ്ങളുടെയൊക്കെ കൂടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.